ജയിലിൽ പൂണ്ട് വിളയാടുകയായിരുന്നു. ആൻഡ് മനോജേട്ടൻ്റെ വളരെ മനോഹരമായൊരു എന്താ പറയുക, ഇത്രയും നല്ലൊരു തഗ് കമൻറ്റ് വേറെ വരാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പി തുളച്ചു പോവും. കാരണം അത്രയും ബോണ്ടിങ് ആണ് അവർ തമ്മിൽ, മനസ്സിലായോ? ഗബ്രിക്ക് ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പത്തെ പ്രാവശ്യം നോറയും ഗബ്രിയും അകത്തായിരുന്നപ്പോൾ ജാസ്മിനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നീ ഊക്കില്ലടാ നൂറോട് അകത്ത് താഴെ നീ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ, അതേപോലെ ഉള്ള പല ചോദ്യങ്ങളും ഇടയ്ക്ക് വന്നുള്ള നോട്ടവും കാര്യങ്ങളൊക്കെ. ഇവനാണെങ്കിൽ കമ്പിയുടെ പുറത്തേക്ക് കൂടെ ഹഗ് ചെയ്ത് ആ കമ്പിയൊന്നും അവനൊരു വിഷയമല്ല. അവൻ്റെ ആ ഒരു നന്മത്തരം, അവൻ്റെ ആ സ്നേഹം, അവൻ്റെ ആ ഒരു മനസ്സിൻ്റെ നന്മ കൊണ്ട് വേണമെങ്കിൽ കമ്പി തുളച്ച് അല്ലെങ്കിൽ കമ്പി അലിഞ്ഞു പോയിട്ട് വരെ അവിടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പം ആ ഒരു വളരെ ലൈക്ക് യുനോ ഭയങ്കര ഫണ്ണി ഹ്യൂമറസ് ആയിട്ട് ഒരുപാട് മീനിങ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കമൻറ്റിൽ. മനോജ് ചേട്ടാ, ഹാറ്റ്സ് ഓഫ് യു. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കമൻറ്റാണ് അത്. ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഒരു കമൻറ്റാണ്. കാരണം ജാസ്മിൻ്റെ ആ നാറ്റം, മുല്ലപ്പൂവിൻ്റെ ആ നാറ്റം, അതായത് ആശാത്തി 3-4 ദിവസം കൂടുമ്പോഴല്ലേ കുളിക്കത്തുള്ളൂ. പെർഫ്യൂമിലാണ് ആൾ ജീവിച്ചു പോകുന്നത്. പുറത്തെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞ ആളങ്ങനെ പെർഫ്യൂം യൂസ് ചെയ്യാറില്ല എന്നുള്ളത്. പക്ഷേ ജാസ്മിനോട് ഇനിയിപ്പോൾ ഹൗസിൽ ആരും കുളിച്ചോന്നും ചോദിക്കില്ല. കാരണം അപ്പം ചോദിക്കും മണത്ത് നോക്കണമെന്നുള്ളത്. അപ്പോൾ പെർഫ്യൂമിൻ്റെ മണമുള്ളതുകൊണ്ട് തന്നെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ബ്യൂട്ടി വ്ലോഗറാണ്. കാലിൻ്റെ ഇതൊക്കെ വളരെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈയും കാര്യങ്ങളൊക്കെയാണ്. അത് ഒരു കുറ്റമായിട്ട് ഞാൻ പറഞ്ഞതല്ല, എന്നാൽ അതൊരു കുറവാണ്. ബിക്കോസ് വൃത്തിയില്ലായ്മയുടെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്ന സംഭവങ്ങളെല്ലാം. അപ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കമൻറ്റാണ്. കാരണം ഗബ്രി എന്താ പറയുക, ഗബ്രിയുടെ ഇമോഷൻ, ഗബ്രിയുടെ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് കമ്പി വരെ തുളച്ചു പോകുന്ന രീതിയിലാണ്. ഇവിടെ എത്ര ഗുഹയുടെ ഉള്ളിലോ എത്ര കമ്പിയുടെ ഉള്ളിലോ എത്ര ഇതിൻ്റെ ഉള്ളിൽ ജാസ്മിനെ കൊണ്ടിട്ടാലും ഗബ്രി അവിടെ പാഞ്ഞ് എത്തി അതൊക്കെ നിഷ്പ്രയാസം ഇൻവിസിബിൾ ആക്കും.